പേര് കമ്മ്യൂണിസ്റ്റ് സർക്കാർ, എന്നാൽ പ്രവൃത്തിയിലും വേഷവിധാനങ്ങളിലുമെല്ലാം ഒരു ഫ്യൂഡൽ മാടമ്പിയിലെ. പണ്ട് ജനഹിതമറിയാൻ ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഭരണാധികാരികളെ കുറിക്കുന്ന ചില ചിത്രകഥകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. ആ കഥകളെ ഒന്നടങ്കം കൊഞ്ഞനം കുത്തുന്ന വിധത്തിൽ, അവയെ ഒന്നടങ്കം അപമാനിക്കുന്ന വിധത്തിൽ കേരളത്തിലെ ജനാധിപത്യ മന്ത്രിസഭയിലെ മന്ത്രിമാർ നടത്തിയ നവകേരള സദസ് യാത്ര ഇന്ന് തലസ്ഥാന നഗരിയിൽ തുടരുകയാണ്. കേരള മന്ത്രിസഭയിലെ രാജാവായ പിണറായി വിജയന് ആദ്യ സ്വീകരണം നൽകിയത് തലയിൽ കിരീടമണിയിച്ചുകൊണ്ടായിരുന്നു. എന്താണ് ഇന്നത്തെ കേരളം എന്ന് മനോരമ കൃത്യമായി തന്നെ വരച്ചു കാണിക്കുന്നുണ്ട്. ചിലതെല്ലാം പറയാതെ പറയുന്നുണ്ട്. മനോരമയുടെ ഫ്രണ്ട് പേജിലെ രണ്ട് ദൃശ്യങ്ങളാണ്, രണ്ട് പ്രധാന വാർത്തകൾ. ഏറ്റവും മുകളിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ കിരീടവും അണിഞ്ഞു നിൽക്കുന്നു. പലപ്പോഴും ഇന്ത്യയുടെ രാഷ്ട്രീയവും ഇന്ത്യയുടെ സാമൂഹ്യ വ്യവസ്ഥയും ജനജീവിതവും നേരിൽ കണ്ട സാഹിത്യകാരന്മാരും പത്രപ്രവർത്തകരും ഉപയോഗിക്കുന്ന ഒരു ഭാഷാ പ്രയോഗമുണ്ട്. ഇന്ത്യ ഒരു ഇന്ത്യയല്ല, ഇന്ത്യക്ക് രണ്ട് മുഖങ്ങളുണ്ട്, അഥവാ ഇന്ത്യ രണ്ട് ഇന്ത്യയാണ് എന്നെല്ലാം തന്നെ. ഈ രണ്ട് ഇന്ത്യ എന്നുള്ള പദപ്രയോഗത്തിന് ശേഷം ഇപ്പോൾ മനോരമയുടെ ഫ്രണ്ട് പേജിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിനുമുണ്ട് ഈ രണ്ട് മുഖങ്ങൾ എന്നാണ്. ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് പിണറായി വിജയൻ, അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ കിരീടമണിഞ്ഞ് നിൽക്കുന്ന ദൃശ്യങ്ങളാണ്. അതേസമയം തന്നെ അതേ പേജിലെ ലീഡ് വാർത്ത എന്ന് പറയുന്നത് ഇതിനെതിരെ പ്രതിഷേധിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയുടെ വസ്ത്രം വലിച്ചു കീറുന്ന പോലീസ് ഉദ്യോഗസ്ഥയാണ്. ഈ വാർത്തയെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? ഈ ദൃശ്യങ്ങളെ മുഖ്യമന്ത്രി ഇന്നെത്തി നിൽക്കുന്ന കാലഘട്ടവുമായി ഒന്ന് താരതമ്യം ചെയ്താൽ രാജാവിന്റെ ഭടന്മാർ പ്രതിഷേധിക്കാനെത്തിയ യുവതിയെ അപമാനിക്കുന്നു, അതായത് തെരുവിലിട്ട് വസ്ത്രം വലിച്ചു കീറുന്നു എന്ന് പറയേണ്ടി വരും. ഭടന്മാർ എന്ന് വിശേഷിപ്പിച്ചത് ബോധപൂർവം തന്നെയാണ്. കാരണം പിണറായി വിജയൻ ഇന്ന് നയിക്കുന്നത് രാജകീയ ഭരണമാണോ എന്ന് പോലും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. തെരുവോരങ്ങളിലെല്ലാം തന്നെ വെള്ള പെയിന്റ് അടിച്ചുകൊണ്ട് ഒരു വാർഡ് മെമ്പർ പ്രതിഷേധിച്ചത് എല്ലാവരും കണ്ടതാണ്. രാജാവ് എന്നാണ് അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനെ വിളിച്ചത്. ആ വിളിയിൽ വലിയൊരു പ്രതിഷേധമുണ്ട്, വലിയൊരു പ്രതിഷേധത്തിന്റെ സ്വരമുണ്ട്, വലിയൊരു രാഷ്ട്രീയമുണ്ട്. എന്നിട്ടും കേരളത്തിലെ മന്ത്രിസഭയ്ക്ക് അത് മനസ്സിലായില്ല. കാരണം കേരളത്തിലെ മന്ത്രിസഭ ഇന്ന് തങ്ങൾ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് നയിക്കുന്നത് എന്നുള്ള കാര്യം മറന്നുപോയിരിക്കുകയാണ്. ആ ഒരു മറവിയെ ഇന്ന് ജനങ്ങൾ തന്നെ നേരിട്ട് വന്ന് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ്, നിങ്ങൾ നയിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് എന്ന് ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് എത്രയോ വേദനാജനകമാണ്, എത്രയോ അപലപനീയമാണ്. ശരിയാണ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയത് പ്രതിഷേധിക്കാൻ തന്നെയാണ്. നവകേരള സദസ്സിന് നേരെ കരിങ്കൊടി ഉയർത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഡിവൈഎഫ്ഐ CPIM പ്രവർത്തകർ തല്ലിച്ചതച്ചതിന് എതിരെയുള്ള പ്രതിഷേധം. പിണറായി വിജയന്റെ പൈലറ്റ് വാഹനത്തിലെ ഗൺമാൻ ഓടി വന്ന് പ്രതിഷേധക്കാരെ തല്ലിച്ചതച്ചതിനെതിരെയുള്ള പ്രതിഷേധം. പോലീസുകാർ ഇപ്പോഴും വ്യക്തമായ നിലപാട് സ്വീകരിക്കാത്തതിനെതിരെയുള്ള പ്രതിഷേധത്തിൽ തെരുവിലിട്ട് ഒരു യുവതിയെ ഇങ്ങനെ അപമാനിക്കുന്നത് ശരിയാണോ? എന്നിട്ടും കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ മുഖ്യമന്ത്രിയായ സഖാവ് പിണറായി വിജയന് ഇതൊന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. അദ്ദേഹം ഇതെല്ലാം കാണുന്നത് ജീവൻ രക്ഷാ പ്രവർത്തനമായിട്ടാണ്. പലപ്പോഴുമായി അദ്ദേഹം പറയുന്നുണ്ട്, എവിടെ സംഘർഷം, ഞാനൊന്നും കാണുന്നില്ലല്ലോ എന്ന്. ഭരണകൂട ഉയർച്ചയെയും വികസനത്തെയും ജനങ്ങളിലേക്ക് എത്തിക്കാൻ നടത്തിയ നവകേരള സദസ്സ് കാസർഗോഡ് നിന്ന് ഇന്ന് തിരുവനന്തപുരത്ത് എത്തി നിൽക്കുകയാണ്. കണ്ണൂരിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചതിൽ ഡിവൈഎഫ്ഐ CPIM പ്രവർത്തകർ അവരെ മർദ്ദിച്ചിരുന്നു. ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ICUയിൽ കിടന്നിരുന്ന സമയത്ത് കണ്ണൂരിന്റെ ജില്ലാ സെക്രട്ടറിയായ സരിൻ ശശി പറഞ്ഞത് ഇതെല്ലാം വെറും സാമ്പിൾ ആണെന്നാണ്. അവിടെ മുതൽ തുടങ്ങിയ സാമ്പിൾ ആണ്. ഇങ്ങ് തിരുവനന്തപുരത്തെത്തിയിട്ടും ഇതിന് യാതൊരു മാറ്റവുമില്ല. പ്രതിഷേധക്കാരെ തല്ലിച്ചതച്ചുകൊണ്ട്, പ്രതിഷേധക്കാരെ ഭയന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. നവകേരള സദസ്സ് ലക്ഷ്യം കണ്ടു എന്ന് അഹങ്കാരം പറയുമ്പോൾ എന്ത് ലക്ഷ്യമാണ് നവകേരള സദസ്സ് കണ്ടത് എന്നുള്ളൊരു ചോദ്യമില്ലേ? നവകേരള സദസ്സ് എന്താണ് ബാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യമില്ലേ? നവകേരള സദസ്സിൽ ആകെ ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് 8700-ലേറെ പരാതികളാണ്. ആ 8700-ലേറെ പരാതികൾ ജനങ്ങൾ പിണറായി സർക്കാരിനെ വിശ്വസിച്ചുകൊണ്ട് നൽകിയെന്നാണ് സർക്കാരിന്റെ വാദം. എങ്ങനെയാണ് നിങ്ങൾ ഈ വസ്തുതകളെ വളച്ചൊടിക്കുന്നത്? അത്രയും നല്ല ഭരണമായിരുന്നെങ്കിൽ ഇത്രയധികം പരാതികളുമായി ജനങ്ങൾ വരുമായിരുന്നോ? ഭരണകൂടത്തിന്റെ നേട്ടവും വികസനവും ഉയർച്ചയും കാണിക്കാനാണ് നവകേരള സദസ്സ് എന്നായിരുന്നു വാദം. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ബോധിപ്പിക്കേണ്ടി വരുന്ന അവസ്ഥ എന്ന് പറയുന്നത്
തീർത്തും ലജ്ജാകരമാണ്. കാരണം ജനങ്ങൾ ആരും അറിയുന്നില്ല നിങ്ങളുടെ വികസനത്തെ. ജനങ്ങൾ അറിയാത്ത വികസനം നിങ്ങൾ ഓരോ വീട്ടിലും കയറി പറയേണ്ട അവസ്ഥ വരുന്നത് അത് ഭരണകൂട പരാജയമല്ലേ? ആ ഭരണകൂട പരാജയത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? കേരളം ഇപ്പോൾ ഒരു പാരലൽ ലൈനിലാണ്. ഒരു സ്ഥലത്ത് രാജാവായ പിണറായി വിജയൻ കിരീടമേന്തി നിൽക്കുമ്പോൾ മറുസ്ഥലത്ത് പ്രതിഷേധക്കാർ തല്ലിച്ചതയ്ക്കപ്പെടുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ വനിതാ നേതാവായ സംസ്ഥാന വൈസ് പ്രസിഡന്റായ ഷിബിനയുടെ വസ്ത്രം വലിച്ചു കീറുന്നു. മറ്റൊരു ദിശയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ആ ഏറ്റുമുട്ടലിൽ 28ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേൽക്കുന്നുണ്ട്. 3 പോലീസ് വാഹനങ്ങൾ തകർക്കപ്പെടുന്നുണ്ട്. 22 പേർ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പൊതുമുതൽ നശിപ്പിച്ചു എന്ന പേരിൽ പ്രതിപക്ഷ നേതാവടക്കം ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവരെല്ലാം തന്നെ പ്രതി ചേർത്തുകൊണ്ട് പോലീസ് കേസെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെ കന്റോൺമെന്റ് പോലീസ് കേസെടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വനിതാ പ്രവർത്തകയുടെ വസ്ത്രം വലിച്ചുകീറി എന്ന ആക്ഷേപം. കേരള പോലീസിന് യാതൊരു കാരണവശാലും ഈ ഒരു ആക്ഷേപത്തിൽ നിന്നും പുറത്തു കടക്കാനാകില്ല. എന്തിനാണ് പ്രതിഷേധിക്കാൻ വരുന്ന പ്രവർത്തകരുടെ, അത് ആണോ പെണ്ണോ ആയിക്കോട്ടെ, വസ്ത്രം വലിച്ചുകീറിക്കൊണ്ടുള്ള ഒരു ചെറുത്തുനിൽപ്പിന്റെ ആവശ്യം എന്താണ് പോലീസിന്? അത്രയും സംഘർഷഭരിതമായിരുന്നു ആ അന്തരീക്ഷം. ഇതിലും വലിയ സമരങ്ങളെല്ലാം തന്നെ കണ്ടു വളർന്ന നാടല്ലേ കേരളം? ഇതിലും വലിയ സമരങ്ങളെല്ലാം തന്നെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളതല്ലേ? എന്നിട്ടും ഇത്രയും വൃത്തിഹീനമായ ഒരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ടോ? എന്നിട്ടും ഇതെല്ലാം കൺമുന്നിൽ കണ്ടിട്ടും ഇപ്പോഴും ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ള മട്ടിലാണ് കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ കമ്മ്യൂണിസ്റ്റ് നേതാവായ സഖാവ് പിണറായി വിജയന്റെ ഭാവം. അതെ, അദ്ദേഹം ഒന്നും കാണുന്നില്ല. കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ നടന്ന യാതൊരു പ്രതിഷേധങ്ങളും അദ്ദേഹം കണ്ടിട്ടില്ല. എല്ലാം അദ്ദേഹത്തിന്റെ അണികൾ നടത്തിയ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ മാത്രമായിരുന്നു. ചെടിച്ചെട്ടികൊണ്ട് തലക്കടിച്ചും ആളുകളെ കനാലിലേക്ക് വലിച്ചെറിഞ്ഞും 2 കാലില്ലാത്ത വ്യക്തിയെ തല്ലിച്ചതച്ചുമെല്ലാം നടത്തിയത് എല്ലാം ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു.